ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനൊരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തി പഴയ കോട്ടയിലെ പ്രതാപം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസിന്റെ പുതിയ ശ്രമം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പ്രത്യേക വാർ റൂം സ്ഥാപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രചരണത്തിനായി കൂടുതൽ ഉപയോഗിക്കും. ബൂത്ത് തലത്തിൽ സംഘടനയിലേക്ക് കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള പരിപാടിയും നടത്തും. ലോക്സഭ, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കങ്ങൾ ഡൽഹി കോൺഗ്രസ് ആരംഭിച്ചതായി ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലൗലിയും വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിനുള്ളിൽ ആധുനിക സോഷ്യൽ മീഡിയ ടൂളുകളിൽ പ്രാവീണ്യമുള്ള യുവാക്കളെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമായ കാര്യമാണെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപക് ബാബരിയും കൂട്ടിച്ചേർത്തു. കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറാകുന്ന ആളുകളെ കണ്ടെത്താൻ ഗൂഗിൾ ഫോമിൽ പേരുവിവരങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനും കോൺഗ്രസ് തുടക്കം കുറിച്ചിട്ടുണ്ട്. എല്ലാ ബൂത്ത് ലെവൽ ഏജന്റുമാരോടും ഉത്തരവാദപ്പെട്ട പദവികൾ വഹിക്കുന്ന മറ്റുള്ളവരോടും ഫോമുകൾ പൂരിപ്പിക്കാൻ ആളുകളെ സഹായിച്ചുകൊണ്ട് പരമാവധി ആളുകളെ ക്യാമ്പയിനിൽ ചേർക്കണമെന്ന് PCC അധ്യക്ഷൻ അഭ്യർത്ഥിച്ചു. പേര്, ജാതി, വിലാസം, അസംബ്ലി, ജില്ല, ലോക്സഭാ മണ്ഡലം, വോട്ടർ ഐഡന്റിറ്റി കാർഡ് നമ്പർ, പോളിംഗ് ബൂത്ത് തുടങ്ങിയ വിവരങ്ങളാണ് ഫോമിൽ ആവശ്യപ്പെടുന്നത്. ഫോം പൂരിപ്പിക്കാൻ ആളുകളെ സഹായിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ബൂത്ത് ലെവൽ ഏജന്റുമാർ, ജില്ലാ ബ്ലോക്ക് പ്രസിഡന്റുമാർ എന്നിവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കോൺഗ്രസും AAPയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ 5 മുതൽ 2 വരെ ഫോർമുലയിൽ മത്സരിച്ചേക്കുമെന്ന സൂചനയുമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയോ 2ാം സ്ഥാനത്തെത്തുകയോ ചെയ്ത പാർട്ടികൾക്ക് ആ സീറ്റ് നൽകുകയെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് വിഭജനം. AAPയുമായി സഖ്യമാകാമെങ്കിലും മുൻതൂക്കം തങ്ങൾക്ക് തന്നെ വേണമെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 7 സീറ്റുകളിൽ 5ലും കോൺഗ്രസ് 2ാം സ്ഥാനത്തെത്തിയപ്പോൾ ആം ആദ്മി പാർട്ടി 2 സീറ്റുകളിൽ മാത്രമായിരുന്നു 2ാം സ്ഥാനത്ത്. 7 സീറ്റുകളും BJP തൂത്തുവാരിയപ്പോൾ കോൺഗ്രസിനും ആം ആദ്മിക്കും 1 സീറ്റിലും വിജയിക്കാൻ സാധിച്ചില്ല. ഡൽഹിയിൽ നിലവിലുള്ള ഫോർമുല തുടരാമെന്നും ആം ആദ്മി പാർട്ടിയുമായി ധാരണയിലെത്താത്ത സാഹചര്യത്തിൽ കോൺഗ്രസിന് 4 സീറ്റും ആം ആദ്മി പാർട്ടിക്ക് 3 സീറ്റും നൽകാനുള്ള ഫോർമുല പരിഗണിക്കാമെന്നുമാണ് ഒരു മുതിർന്ന നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഏതായാലും വലിയ പ്രതീക്ഷയില്ലാത്ത ഡൽഹി കൂടുതൽ കരുത്തോടെ പോരാടി വിജയിക്കാനായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കോൺഗ്രസ്.